ഖമൈനി രക്ഷപ്പെട്ടോ അതോ കൊല്ലപ്പെട്ടോ? വളരെ റിലയബിളായിട്ടുള്ള മെസ്സേജുകളിൽ നിന്നും അറിയാൻ സാധിക്കും. ഇസ്രായേലി ബേസ്ഡ് ആയിട്ടുള്ള ജേർണലിസ്റ്റുകളിൽ നിന്നും, അതേപോലെ തന്നെ അവിടെ വളരെ റിലയബിളായിട്ടുള്ള മീഡിയ റിസോഴ്സിൽ നിന്നും അറിയുവാൻ സാധിക്കുന്നത് അലി ഖുമൈനി കൊല്ലപ്പെട്ടു. അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഒരു സീനിയർ ഒഫീഷ്യൽ അവിടെ ഉള്ളൊരു പത്രക്കാരനോട് പറഞ്ഞത്, അത് പേര് കൂടി വെളിപ്പെടുത്തുന്നില്ല, ഈ ഒരു സന്ദർഭത്തിൽ ഖുമൈനി ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ അസാധ്യം. കാരണം എന്ന് പറയുന്നത് അലി ഖമൈനിയുടെ ക്യാമ്പസ്, ആ ഓഫീസ്, വീട് മുഴുവനും തകർന്നു പോയി. ഇനി എന്തുകൊണ്ടാണ് ഇത് ക്രൂയിസ് മിസൈൽ ഉപയോഗിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം എയർക്രാഫ്റ്റ് വരുമ്പോൾ ശബ്ദം കേട്ട് ഇവർ പോകാൻ സാധ്യതയുണ്ട്. ക്രൂസ് മിസൈലിൻ്റെ ശബ്ദം വളരെ ദൂരെ നിന്ന് കേൾക്കാൻ സാധ്യതയില്ല. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന ക്രൂസ് മിസൈൽ ഉപയോഗിച്ച്, അത് 4, 5, 6 മിസൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ക്യാമ്പസ്, അതായത് അലി ഖമൈനിയുടെ ക്യാമ്പസ് തവിട് പൊടിയായെന്നാണ് പറയുന്നത്. കൂടെ തന്നെ അലി ഖമൈനിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു മീറ്റിംഗ് നടക്കുമായിരുന്നു സ്വയൻസോ ടൈമിൽ. ഈ സമയം മുതൽ ഈ സമയം, ആ സ്പെസിഫിക് സമയം, അതിൻ്റെ ടൈമിംഗ് എല്ലാം ഈ പറയുന്ന കൈനറ്റിക് സ്പൈ, അതായത് അവിടെയുള്ള ആൾക്കാർ ത്രൂ ഉള്ള ഇൻ്റലിജൻസ് മെസ്സേജോടു കൂടിയാണ് ഈ ഒരു അറ്റാക്കിൻ്റെ ഫോർമുലേഷൻ വരുന്നത്. അപ്പോൾ ഫോർമാറ്റ് തയ്യാറാക്കി ഈ സ്പെസിഫിക് ടൈമിൽ ഇത്ര മുതൽ ഇത്ര സമയത്തിനുള്ളിൽ തീർത്തിരിക്കണം. കാരണം അതിനകത്ത് പെടുന്ന സീനിയറായിട്ടുള്ള IRGCയുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇറാൻ്റെ സീനിയർ ഓഫീഷ്യൽസും അവരെല്ലാം ഈ അലി ഖമൈനിയുമായിട്ടുള്ള ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ക്യാമ്പസ് തീർത്ത് കളയും. നിങ്ങൾ മനസ്സിലായ കാരണം ഇറാൻ പറഞ്ഞു ഒരു സ്കൂളിനകത്ത് ചില കുട്ടികൾ കൊല്ലപ്പെട്ടു എന്ന്. ഈ പറയുന്ന ക്യാമ്പസിനകത്ത് ഈ പറയുന്ന ഷിയ ഭരണകൂടം കുറച്ച് കുട്ടികൾക്ക് ഷിയ രീതിയിലുള്ള ക്ലാസ്സുകളും കോഴ്സുകളും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ കംപ്ലീറ്റ് ക്യാമ്പസും ഈ പറയുന്ന ഈ അലി ഖമൈനിയുടെ ഓഫീസും ബങ്കറും എല്ലാം ഇടിച്ച് തകർത്ത് അതിൻ്റെ മുകളിൽ വീണ്ടും വീണ്ടും ഇസ്രായേലി ഫോഴ്സും അമേരിക്കൻ ഫോഴ്സും അവിടെ വീണ്ടും ബോംബ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇതിലാണ് പറയുന്നത് ഈ സംഭവം അലി ഖമൈനി തട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്, അല്ലെങ്കിൽ അയാൾ സീരിയസ്ലി ഇഞ്ചോട്ടാണ്. ഇറാൻ്റെ സീനിയറായിട്ടുള്ള മന്ത്രിമാരും മറ്റു പലരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം തീർച്ചയാണ്. ഇറാൻ തന്നെ അഡ്മിറ്റ് ചെയ്തു. അവരുടെ സീനിയറായിട്ടുള്ള IRGCയുടെ ലഫ്റ്റനന്റ് ജനറലും കമാൻഡേഴ്സും ഇവരും കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഇറാനിയൻ മീഡിയ തന്നെ, അതായത് അവരുടെ ഫറ എന്ന് പറഞ്ഞൊരു മീഡിയ തന്നെ, സെമി ഗവൺമെൻറ് മീഡിയ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രതികാരമായിട്ടാണ് അവർ ഈ ഷോർട്ട് റേഞ്ച് മിസൈൽ ഉപയോഗിച്ചിട്ട് ഷിയ രാജ്യത്തെ ആക്രമിച്ച് അതിൻ്റെ സുന്നി രാജ്യങ്ങൾക്കെതിരെ അറ്റാക്ക് നടത്താനുണ്ടായ പ്രധാന കാരണം. ഉറപ്പായിട്ടും അമേരിക്കയുടെ 5th ഫ്ലീറ്റ്, ബഹ്റൈനിലെ നേവി ക്യാമ്പ് അതിനെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആൾക്കാർ എത്ര രക്ഷപ്പെട്ടു, എത്ര പേര് അവിടെ എന്താണ് സർവൈവ് ചെയ്ത്, എന്താണ് ഡാമേജ് ഉണ്ട്, ഉറപ്പായിട്ടും ഇതിനെപ്പറ്റി അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഒരു ലൈവ് ബ്രോഡ്കാസ്റ്റ് വരാൻ പോവുകയാണ്. ഇത് കൃത്യമായിട്ടും ഇതിന് മറുപടി കിട്ടിയിരിക്കും. പിന്നെ വേറെ കാര്യം പറയും, അതായത് അലി ഖമൈനി, അതായത് റെജീം ഭരണകൂടം അലി ഖമൈനി കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വാർ ഫർദർ പോകാനുള്ള സാധ്യത കുറവാണ്. ഏതെങ്കിലും ഒരു മീഡിയേഷൻ രീതിയിൽ വരും. ഇന്ന് കാര്യം പറയുന്നത് BBC ആണെങ്കിലും CNN ആണെങ്കിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് അലി ഖമൈനിയുടെ ഫോട്ടോയും പിക്ചറുമാണ്. അത്രയും കാണിക്കണം എന്നുണ്ടെങ്കിൽ മിക്കവാറും ഇയാൾ ഈ പ്രായമുള്ള ഈ മനുഷ്യൻ, അതായത് വളരെ ക്രൂരനായ മനുഷ്യൻ തട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഇറാനിൽ വലിയ ആഹ്ലാദ പ്രകടനം ഖുമൈനിയുടെ പാലസിനടുത്തും റോഡിലൊക്കെ നടന്നതിൻ്റെ കാരണം അവിടെയൊക്കെ ഈ വാർത്ത ലീക്കായി. അതായത് 4% പോലും ഇൻ്റർനെറ്റ് ഇല്ലാതെ മുഴുവനും ബ്ലോക്ക് ആക്കിയിരിക്കുകയാണ് ഇറാൻ. അതേപോലെ തന്നെ മറ്റുള്ളവരും കയറി ജാം ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ പേരിൽ യഥാർത്ഥ വാർത്ത ഇറാൻ പുറത്ത് വിടുന്നു. പക്ഷേ എന്താണ് പിന്നെ സംഭവിക്കുന്നത്? ലീക്കായതിൻ്റെ കാര്യം, അവരുടെ ടെലിഫോൺ കോൾസ് എല്ലാം ലീക്ക് ചെയ്തിട്ടാണ്, അതിനെ ഡീകോഡ് ചെയ്തിട്ടാണ് ഇസ്രായേലി ഓഫീഷ്യൽസ് ഏകദേശം ഒരു 90% കൃത്യമായിട്ട് പറയുന്നത് ഖുമൈനി ഇതിനകത്ത് തീർന്നിട്ടുണ്ട്. ആ പാലസിൽ ഏകദേശം 10, 70, 80ഓളം പേരുണ്ടായിരുന്നു ആ സമയത്ത്. ഈ ഓഫീഷ്യൽസിൻ്റെ മീറ്റിംഗ് അവരുൾപ്പെടെയാണ് തീർന്നിരിക്കുന്നത്. അതായത് അലി ഖുമൈനിയുടെ പാലസ് തവിട് പൊടിയായി. 7 or 8 മിസൈലും അതേപോലെ തന്നെ ബോംബിങ്ങും നടന്നിരിക്കുന്നു. ഇതിനകത്ത് രക്ഷപ്പെടാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. ഈ സീനിയർ ഇസ്രായേലി ഓഫീഷ്യൽ പറയുന്നത് ഇതിൽ നിന്നും അലി ഖമൈനി രക്ഷപ്പെടുകയാണെങ്കിൽ
അയാളെ കൊല്ലാൻ പാടായിരിക്കും. പക്ഷേ ഇതിനകത്ത് അവർ വിശ്വസിക്കുന്നത് ഖമൈനി തീർന്നു എന്ന് തന്നെയാകും.